അപ്പളേ പ്രതീക്ഷിച്ച്. കാര്യമായിട്ടൊന്നുമില്ല, എനിക്ക് ചെറുതായിട്ടൊന്ന് പനിച്ചു. ഒരു നല്ല ദിവസം വരുമ്പോൾ എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നല്ലൊരു ഓണം വന്നപ്പോൾ ഞാൻ സൈഡായി. പക്ഷെ ഞാനത് മൈൻഡ് വെച്ചില്ല, കാരണം ഇതിൻ്റെ സ്ഥിരം ഏർപ്പാടാണ്. അതുകൊണ്ട് ഞാനതൊന്നും മൈൻഡ് വെക്കാതെ പൂക്കളത്തേക്കുള്ളത് തലേ ദിവസം തന്നെ വരച്ചു വെച്ചു. ചിലപ്പോൾ ഇനി നാളത്തേക്ക് എണീക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്നൊരു ചിന്ത കൊണ്ട് മാത്രമായിരുന്നു കേട്ടോ. ഞാൻ വരയ്ക്ക മാത്രമല്ലായിരുന്നു, പൂവൊക്കെ പിച്ചൊന്നുണ്ടായിരുന്നു. കയ്യിൽ പിച്ചതിന് ശേഷം കത്രിക വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വെട്ടൊക്കെ കൊടുത്തു. അതിനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഞാൻ നേരെ അമ്പലത്തിലോട്ട്. ഈ പനി പിടിച്ച് ഞാൻ എങ്ങനെ അമ്പലത്തിലോട്ട് പോയി എന്നല്ലേ, ഒരാളുടെ നിർബന്ധം കൊണ്ട് മാത്രം. രാവിലെ എണീറ്റപ്പോൾ കുറച്ചൊരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു വിശ്വാസത്തിലാണ് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഓണത്തിന് പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് അമ്പലത്തിൽ പോവുക? ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അരിക്കുളങ്ങര അമ്പലത്തിലോട്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്ന ഒരു അമ്പലം തന്നെയാണിത്. ഞങ്ങൾ അതിരാവിലെ തന്നെ എത്തിയതുകൊണ്ട് തന്നെ അധികം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെറ്റപ്പ് എങ്ങനെയുണ്ട്? ഞങ്ങൾ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ പഠിച്ചതാണ്. ഫ്രണ്ട്സായി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കാതെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നല്ല ഏരിയകളൊക്കെ നോക്കി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് നല്ലൊരു അടിപൊളി അമ്പലമാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ നിന്ന് വേഗം ഇറങ്ങി, കാരണം വീട്ടിലെത്തിയിട്ട് പൂക്കളിടാനുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ ആണെങ്കിൽ കുറച്ച് ലെങ്ത് ആയി പോയി. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.